ഒരുപാട് വട്ട ചർച്ചകൾക്ക് ശേഷവും അതിന് വഴങ്ങാത്ത വശംവദയാകാത്ത ഈ സഹോദരി ആരുടെയും പ്രലോഭനമോ പ്രകോപനമോ ഇല്ലാതെ ഇപ്പൊ സ്വമേധയാ ഇക്കാര്യം ഇങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ അവരോട് മനസ്സ് തുറക്കാൻ പറഞ്ഞു. ആ സഹോദരി പറഞ്ഞ എന്താണ്? ഒന്നുമല്ല, ഞങ്ങളെ കാര്യത്തിൽ മൂന്നാമതൊരാൾ ഇടപെട്ടത് കൊണ്ടൊന്നുമല്ല. മിനിയാന്ന് നടന്ന വിമാന അപകടം എന്റെ കണ്ണു തുറപ്പിച്ചു, എന്റെ മനസ്സിനെ ഒന്നുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. എന്താണ്? അവിടെ ഒരു സെൽഫി ഉണ്ടായി. ഇംഗ്ലണ്ടിലേക്ക് ലണ്ടനിലേക്ക് പോകുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, 3 മക്കള്, ഈ 5 അംഗ കുടുംബം സെൽഫി പങ്കുവെച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി, ഞങ്ങൾ പോവാണ്, ഇനി അവിടെ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അപ്പോഴേക്ക് ഫേസ്ബുക്കിലും മറ്റുള്ള പേജുകളിലൊക്കെ ലൈക്കുകളുടെ ഘോഷയാത്രയാണ്. പക്ഷെ ഈ സഹോദരൻ പൊങ്ങി ആ ഫ്ലൈറ്റ് 20 സെക്കൻഡുകൾക്കുള്ളിൽ തീമഴയായിട്ട് വർഷിച്ചു എന്നുള്ളത് ഈ ലൈക്ക് കൊടുത്തവരറിഞ്ഞിട്ടില്ല, ഈ ഫോട്ടോ കണ്ടവരറിഞ്ഞിട്ടില്ല. എല്ലാം ചാരമാവാൻ. ഇത്രയേ ഉള്ളൂ ലോകം. അതുകൊണ്ട് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്ന് ചോദിച്ച കവിയുടെ ചോദ്യം പോലെ ഈ സഹോദരി പറഞ്ഞ എന്താണ്? അഹമ്മദാബാദിലെ മിനിയാന്ന് നടന്ന വിമാന അപകടം എന്റെ കണ്ണു തുറപ്പിച്ചു. വഴിപിരിയലിനൊന്നും ഈ ലോകത്ത് സമയമില്ല. അതുകൊണ്ട് പരമാവധി ഒന്നിക്കുവാനും സ്നേഹിക്കുവാനും ഉള്ളത് മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുവാനും ഉള്ള സമ്പാദ്യത്തിന്റെ ഭാഗധേയം അപരന് വേണ്ടി കൂടി അർഹിച്ചതാണ് എന്ന് സ്വത്വബോധത്തെ ബോധ്യപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. ആ സഹോദരി പറഞ്ഞൊരു വാക്ക് നോക്കൂ നമ്മൾ. അതാണ് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത്. അടുത്ത വചനം എന്താണ്? ആ കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ദുനിയാവിനെ പ്രണയിക്കുന്ന കമിതാവ്, അല്ലെങ്കിൽ ആ ദുനിയാവിനെ പ്രണയിക്കുന്ന പ്രണയിനി, ദുനിയാവിന്റെ കൂടെ പോയവൻ അവൻ നിന്ദ്യനുമല്ല, അതിനിന്ദ്യൻ. ഇനി അവനേക്കാൾ നിന്ദ്യത അർഹിക്കുന്ന ഒരാള് ലോകത്തില്ല. അപ്പൊ ഇതൊരു ഇസ്ലാമിന്റെ ആധ്യാത്മികതയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, പിന്നെ എല്ലാം അങ്ങനെയാ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, സുഖം മുഴുവൻ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. എല്ലാരും പഠിപ്പിച്ചതാണ്. തൊലി എലുമ്പ് മലം അന്തകലകളേന്തു മഹന്ത കാണുക പൊലിയും തൊലിയും എലുമ്പ്, ഇതിന്റെ ഉള്ളിലുള്ള ഈ ഞെണു, അതുപോലെ തന്നെ മലം, നമ്മളിതൊക്കെ